നാലാം യാമം മാന്ത്രിക നോവൽ അധ്യായം 8. നിലവറയിലെത്തിയതും തിരിഞ്ഞു നിന്ന് ആ വാതിൽ തഴുതിട്ടുകൊണ്ട് വീരഭദ്രൻ ചിരിച്ചു. വളരെ പഴകിയ ഒരു ഓട്ടുവിളക്ക് മുറിയിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. നിലവറയിലെ ഇരുളുമായി ഏറ്റുമുട്ടാൻ ആ ഇത്തിരി പോന്ന പ്രകാശത്തിന് തൊല്ലും കെൽപ്പുണ്ടായിരുന്നില്ല. തറയിലിട്ടിരുന്ന ആവണിപ്പലകയിലേക്ക് അവൻ ഗുരുജിയെ ആനയിച്ചു. അനുസരിക്കാനല്ലാതെ അപ്പോ അദ്ദേഹത്തിന് മറ്റൊന്നും തോന്നിയില്ല. വീരഭദ്രന്റെ പിന്നോട്ടുള്ള ചലങ്ങളിലെല്ലാം വളരെ വേഗതയിലായിരുന്നു. മുറിയിലുണ്ടായിരുന്ന ഒറ്റത്തിരി നിലവിളക്കിന് കൊളുത്ത് 5 തിരിയിട്ട് പിന്നീടൊരു നിലക്കുവിളക്കോട് കത്തിച്ചു. ഇപ്പോ ആ കൊച്ചു മുറി പ്രകാശോദ്ധാരണിയിൽ കുളിച്ചു നിന്നു. ഗുരുജിയുടെ കണ്ണുകൾ ആ മുറിയിലും അവന്റെ ചലനങ്ങളിലും ബദ്ധശ്രദ്ധമായിരുന്നു. ഇവനിതെല്ലാം എന്തിനുള്ള പുറപ്പാടാണെന്ന് സ്വന്തം മനസ്സിലാണ് ഗുരുജി ചോദിച്ചത്. പക്ഷെ ഭദ്രൻ അതിന് മറുപടി പറയുക തന്നെ ചെയ്തു. ഞാനോ അത് അങ്ങേക്ക് ഇപ്പോൾ തന്നെ ബോധ്യമാക്കി തരാം. വീരഭദ്രൻ തൊല്ലുറക്കെ ചിരിച്ചു. അവന്റെ പെട്ടെന്നുള്ള മറുപടിയും ആ ശബ്ദത്തിനുണ്ടായ പ്രകടമായ മാറ്റവും ഗുരുജിയെ നടുക്കം കൊള്ളിച്ചു. നിലവറയുടെ ഒരു മൂലയിലുണ്ടായിരുന്ന തടിപ്പെട്ടി തുറന്ന് വീരഭദ്രൻ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡം ഗുരുജിക്ക് മടിയിലേക്ക് ഇട്ടുകൊടുത്തു. വിശദമായി നോക്കിക്കോളൂ. പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല, കണ്ട ഒരുപാട് പറയാതെ കഴിയുകയും ചെയ്യും. ആ ഭാണ്ഡം തുറന്നപ്പോൾ ഗുരുജി നടുക്കം പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. തന്റെ ഗ്രന്ഥങ്ങൾ, താൻ പകലെ എടുത്തു കൊണ്ടുപോകുന്ന ഗോപികൃഷ്ണൻ പറഞ്ഞ താളിയോലക്കെട്ടുകൾ, വിറയാർന്ന വിരലുകൾ ഭാണ്ഡമഴിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ വീരഭദ്രന്റെ ശബ്ദം വീട്ടു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരാവർത്തി വായിച്ചു. കൊല്ലൂർ വീരഭദ്രന് ഒരു കാര്യം ഒന്ന് കണ്ടാൽ മതി, ഒരു വാക്ക് ഒന്ന് കേട്ടാൽ മതി. പക്ഷേ എന്റെ ഗ്രന്ഥങ്ങളോളം വരില്ല അവയൊന്നും. അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങീ മുറിയിൽ പ്രവേശിക്കുകയുമില്ലായിരുന്നു. ഗുരുജി നേരിയ തോതിൽ വിറയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങ് ഇനി കൂടുതൽ വിഷമിക്കണമെന്നില്ല, ഓരോന്നാലോചിച്ച് മനസ്സ് വേദനിപ്പിക്കണമെന്നില്ല. അങ്ങേക്കറിയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എന്നെക്കുറിച്ചുള്ള സംശയം തീരണം, അത്രയല്ലേ ഉള്ളൂ. എന്നാലിതാ ഇപ്പോ സർവ്വ സംശയങ്ങളും തീർത്തുകൊള്ളൂ. അങ്ങ് സംശയിക്കുന്നത് ശരിയാണ്. ഞാനാണ് ശത്രു, ഞാനാണ്. അങ്ങ് സംശയിക്കുന്ന അങ്ങയുടെ ശത്രു ഞാനാണ്. ഇലഞ്ഞിക്കലെ സംഭവങ്ങൾക്കും അങ്ങയുടെ പരാജയങ്ങൾക്കും കാരണം ഞാനാണ്. ഹരിശങ്കരൻ ഒരിക്കൽ അവന്റെ അമ്മാവന്റെ ചിതാഭസ്മം ഒരുക്കാൻ കൊണ്ടുപോയില്ലേ, അന്നായിരുന്നു എന്റെ അരങ്ങേറ്റം. ഒരു വല്ലാത്ത വാശിയോടെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ കണക്കുകൂട്ടലിൽ മുഴുവൻ തെറ്റിയിരിക്കുന്നു. ഗുരുജിയുടെ വിറയാർന്ന വാക്കുകൾ ഇടമുറിഞ്ഞു. ഉവ്വ് ഗുരുജി, അങ്ങയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയെന്ന് മനസ്സിലാവാൻ ഇനി അധികം നാഴികയൊന്നും അവശേഷിച്ചിട്ടുമില്ല. വീരഭദ്രൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതുവരെയുള്ള വീരഭദ്രന്റെ എല്ലാ നീക്കങ്ങളും പക്ഷേ ഭദ്രമായിരുന്നു താനും. അതെ, സർവം ഭദ്രം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ അവൻ ഗുരുജിയുടെ മുന്നിൽ, നിലവിളക്കിന് മുന്നിൽ പത്മാസനത്തിൽ ഇരുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് എന്തോ ധ്യാനമന്ത്രം ഉരുവിട്ടു. ഒരു നിമിഷം മതിയായിരുന്നത്. അടുത്ത ക്ഷണം തന്നെ പെട്ടെന്ന് ഉണർന്നെണീറ്റ വീരഭദ്രൻ 5 തിരിയിട്ട് കൊളുത്തിയ നിലവിളക്കിൽ നിന്നും ഒരു തിരിയെടുത്തു. ആ തിരിനാളം നിലവറയുടെ മൂലയിലെ മൺചരാതിൽ പിടിപ്പിച്ചു. തെങ്ങി ചരാത് കത്തുന്നു. തിരുനാളത്തിൽ തെളിയുന്ന ഇലഞ്ഞിക്കൽ നാരായണ നമ്പൂതിരിയുടെ മുഖദർശന മാത്രയിൽ ഗുരുജി പിടഞ്ഞെണീറ്റു. വീരഭദ്ര, നീ? അതെ ഗുരുജി, അങ്ങ് ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്നേഹിതൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനാണ് ഇയാളെ ബന്ധനത്തിലാക്കിയത്. ജീവിച്ചിരുന്നപ്പോൾ ഇതുവരെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. മരിച്ചാലും ഈ ആത്മാവിന് മോക്ഷം കൊടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ നിലവറയുടെ കാവൽക്കാരനായി ഇയാളിനി ഇവിടെ കഴിയട്ടെ. നാരായണൻ നമ്പൂതിരിയുടെ മുഖത്തെ ദയനീയഭാവം കണ്ട് ഗുരുജിയും കണ്ടു. ഗുരുജിയുടെ നെഞ്ചു പിടച്ചു. വീരഭദ്രൻ ഇത്രത്തോളം വളർന്നു? അതേ ഗുരുജി, കൊല്ലൂർ മനക്കിലെ വീരഭദ്രൻ വളർന്നു, തനിയെ വളർന്നു. ഇവന്റെ വളർച്ച ഇനിയൊന്നും ആയില്ല. ഇനിയുള്ള എന്റെ വളർച്ച കാണാൻ ഇനിയൊന്നും അങ്ങും ഇവിടെ ഉണ്ടാവുമല്ലോ. ഗുരുജി ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയ മുഹൂർത്തങ്ങൾ. വീരഭദ്രൻ ചിരിക്കുന്നു. ഈ തിരുനാളത്തിലെ പ്രേതാത്മാവിന് കൂട്ടായി ഗുരുജി എന്ന ജീവാത്മാവും ഈ നിമിഷം മുതൽ കൊല്ലൂർ നിലവറയിൽ കഴിയാൻ പോവുകയാണ്. അതിക്രമിച്ച് കയറുന്നവരെ പുറത്തുവിടുന്ന പതിവുണ്ടാക്കാൻ വീരഭദ്രൻ തയ്യാറല്ല. പൊടുന്നനെ വീരഭദ്രൻ നിലവറയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വാതിക്കൽ നിന്നും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയിട്ട് വിളറി വെളുത്ത ഗുരുജിയുടെ മുഖം അവന് വല്ലാത്തൊരു സംതൃപ്തി നൽകി. നീ എന്നെ ബന്ധിച്ചോളൂ,
പരാതിയില്ല. പക്ഷേ എന്തിനു വേണ്ടിയെന്ന് കൂടി അറിയാൻ എനിക്ക് അവകാശമില്ലേ? ആരോടാണ് നിന്റെ ഈ പക? എന്നോടോ? നാരായണനോടോ? ഗുരുജിയുടെ ശബ്ദത്തിന് അപേക്ഷയുടെ എണ്ണം. വീരഭദ്രന്റെ മുഖം പെട്ടെന്നൊന്നു മങ്ങി. ചിരി പെട്ടെന്ന് മാഞ്ഞു. പകയോ? എനിക്കോ? ഗുരുജിക്കൊന്നും അറിയില്ല അല്ലേ? ആ ദീപനാളത്തിൽ കുടുങ്ങിയിരിക്കുന്ന നാരായണന്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ അങ്ങ്? സുഹൃത്തൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഗുരുജി മുഖം കുനിച്ചു. എങ്കിൽ കേട്ടോളൂ, ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് സുഹൃത്ത് മുൻപേ കേട്ടു കഴിഞ്ഞതാണ്. എന്നാലും ഒരിക്കൽ കൂടിയാകാം അല്ലേ? വീരഭദ്രൻ മുറിയിലേക്ക് തിരിച്ചു കയറി. മൺചരാതിലേക്ക് കുറെ കൂടി എണ്ണ പകർന്നു. ഉണർവോടെ കത്തിയ തിരുനാളത്തിൽ നാരായണൻ നമ്പൂതിരിയുടെ ആത്മാവ് പിടഞ്ഞു. അധ്യായം 15. രാത്രികൾ വന്നു, പകലുകളും. ഈ നിലവറയിലെ ഇരുട്ടറയിൽ താൻ അകപ്പെട്ടിട്ട് എത്ര ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയെന്ന് ഗുരുജിക്ക് നിശ്ചയമില്ല. രാപ്പകലുകൾ തിരിച്ചറിയാനുള്ള മാർഗം പോലും ഇതിനുള്ളിലില്ല. നിത്യേന ഓരോ നേരത്ത് ഭക്ഷണം എത്തും. അത് കൊണ്ടുവരുന്നത് വീരഭദ്രൻ തന്നെയാണ്. ഇന്ന സമയത്ത് എന്ന് തിട്ടമില്ല. നിലവറയുടെ ഒറ്റവാതിൽ തുറക്കപ്പെടുമ്പോൾ വീരഭദ്രൻ ഭക്ഷണം കൊണ്ടുവരുന്നെന്ന് മനസ്സിലാക്കാം. മിക്കപ്പോഴും ഒരക്ഷരം പോലും ഊരിയാടാറില്ല. ചിലപ്പോൾ വലിയൊരു അവതാരം പോലെ ചോദിച്ചെന്നിരിക്കും, അങ്ങേക്ക് സുഖമല്ലേ ഗുരുജി? താൻ മറുപടി പറയാറില്ല. പക്ഷേ ഒരിക്കൽ ഒരപേക്ഷ പോലെ അവനോട് ചോദിച്ചു, എന്നെ കാണാതാകുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. നിനക്കറിയാവുന്നിടത്താണ് ഞാനെന്തെങ്കിലും ഒന്നറിയിക്കാമോ? അവൻ ചിരിച്ചു. പറഞ്ഞ മറുപടി കേട്ട് നടുങ്ങിപ്പിടഞ്ഞത് താൻ തന്നെയായിരുന്നു. അതിന് അങ്ങയെ കാണാതായെന്ന് നാട്ടിലൊരാളും അറിഞ്ഞിട്ടില്ല. വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഗുരുജി പതിവ് പോലെ ഇല്ലത്ത് ചെല്ലാറുണ്ട്. അങ്ങ് ക്ഷമിക്കണം, അങ്ങയുടെ രൂപത്തിൽ അങ്ങോട്ട് ചെല്ലുന്നത് ഞാൻ തന്നെയാണ്. അവിടെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഹരിശങ്കറിന് മാന്ത്രിക പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഉറക്കെ ചിരിച്ചുകൊണ്ട് വാതിലടച്ച് അവൻ പിന്തിരിയും. കൂടുവിട്ട് കൂടുമാറ്റത്തിലൂടെ അവൻ താനായി മാറുന്നുണ്ടെന്ന് പലപ്പോഴും ജഡസമാനമായ ഉറക്കത്തിലേക്ക് താൻ വഴുതി പോകുന്നത് വെറുതെയല്ല. ശത്രുവാണെങ്കിൽ പോലും സമ്മതിച്ചു കൊടുക്കേണ്ട സിദ്ധി തന്നെയാണത്. ഒരു ജഡത്തിലേക്കല്ലാതെ ജീവനുള്ള ശരീരത്തെ ജഡസമാനമായി ഉറക്കിക്കിടത്തി കൂടുമാറ്റൽ നടത്തുന്ന സിദ്ധി അത്യപൂർവമാണ്, അനിതര സാധാരണമാണ്. അത്രത്തോളം വളർന്നു ഒരു മാന്ത്രികനോട് ഏറ്റുമുട്ടാൻ തനിക്ക് തീർച്ചയായും കെൽപ്പുമില്ല. അതെ, ആരുടെയെങ്കിലും ഒരു ജഡം ഈ ഇല്ലത്തുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന്റെ 2ാം നാഴികയിൽ തന്നെ പഠിച്ച മന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചു നോക്കിയതാണല്ലോ. തന്റെ ഉപാസനമൂർത്തികളിൽ മറ്റൊരാളും തിരിഞ്ഞു നോക്കിയില്ല. ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ തനിക്ക് ഈ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. കൊല്ലൂർ മനയ്ക്ക് ചുറ്റും വീരഭദ്രന്റെ ഉപാസനമൂർത്തികൾ അരൂപികളായി കാവൽ നിൽക്കുന്നുണ്ടാവും. അവരെ വെട്ടിച്ച് തന്റെ സംരക്ഷകർക്ക് ഉള്ളിൽ വരാൻ കഴിയില്ല. അവരെല്ലാം ഇല്ലത്തു നിന്ന് അകലുന്ന ഒരു നിമിഷാർത്ഥത്തിന്റെ ആനുകൂല്യം ലഭിച്ചാൽ തനിക്ക് പുറത്തു കഴിയും. അതിനായില്ലെങ്കിൽ വീരഭദ്രൻ പറഞ്ഞതുപോലെ ജീവിതാവസാനം വരെ നാരായണന്റെ പ്രതാത്മാവിനോടൊപ്പം ഇതിൽ തന്നെ കുടുങ്ങേണ്ടി വരും. വീരഭദ്രൻ ചെയ്യും പോലെ ആ മൺചരാത് കൊളുത്തി നോക്കിയതാണ്. അരൂപികളായവരെ പ്രത്യക്ഷപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ആവർത്തിച്ച് ചൊല്ലി നോക്കിയതാണ്. പക്ഷേ നാരായണന്റെ മുഖം മാത്രം ഒരിക്കലും ദീപനാളത്തിൽ തെളിയുന്നില്ല. വീരൻ ഉപയോഗിക്കുന്നത് ഏത് മന്ത്രമാണ്? അവൻ ആ ദീപം തെളിയിക്കുന്നതോടൊപ്പം നാരായണന്റെ രൂപവും തെളിയുകയാണ് പതിവ്. ഉപയോഗിക്കേണ്ട മന്ത്രം ഒറ്റ പ്രാവശ്യം ജപിച്ചാൽ സിദ്ധി ലഭിക്കുന്നിടത്തോളം വീരഭദ്രൻ മിടുക്കനായോ? ഭയത്തോടെയല്ല അവനെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത്. ഇത്രയും അപകടകരയായ അവനെക്കുറിച്ച് താൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അവന്റെ ദുഃഖം തനിക്ക് മനസ്സിലാകും. അതിനുവേണ്ടി ഒരു നാട് മുഴുവൻ വേദനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയുന്നില്ല. അശ്വമേധം ആരംഭിക്കും മുൻപ് അവനെ തളയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഈ ലോകം കീഴടക്കേണ്ടി വരും. സുന്ദരനും സൗമ്യനുമായ അവനെ ആരും തിരിച്ചറിയുക പോലും ഉണ്ടായെന്ന് വരില്ല. പുറത്താരോടെങ്കിലും വിവരമൊന്നും അറിയിക്കാണെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഹരിശങ്കരനുമായി മനസ്സുകൊണ്ട് ആശയവിനിമയം നടത്താനും ശ്രമിച്ചതാണ്. അതും പക്ഷെ പരാജയപ്പെട്ടു. നിമിത്തങ്ങളിൽ നിന്നും മാത്രം കാര്യം ഗ്രഹിക്കാൻ മാത്രം അവൻ വളർന്നിട്ടുമില്ല. ഈ ഇരുൾമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ എങ്ങനെ? ആലോചിച്ചിട്ട് ഗുരുജിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താൻ ഇങ്ങോട്ട് ഓടിപ്പോന്ന സമയം തീരെ ശരിയായില്ല. തനിക്കൊരു അപകടം പിടഞ്ഞ കഥ ആരും അറിയുന്നില്ലെന്ന് എന്നാൽ കഴിഞ്ഞില്ലേ എല്ലാം. ഏതെങ്കിലുമൊക്കെ നേരത്ത് അവിടുത്തെ അന്തരീക്ഷത്തിലാകെ നറുമണം പരക്കുന്നത് അനുഭവപ്പെടാറുണ്ട്. പലതരം പൂക്കളുടെ ഗന്ധം, പനിനീരിന്റെ ഗന്ധം, അഷ്ടഗന്ധങ്ങളുടെയും കർപ്പൂരത്തിന്റെയും സാമ്പ്രാണിത്തിരികളുടെയും സമ്മിശ്ര ഗന്ധം. അത് ആസ്വദിക്കുമ്പോഴൊക്കെ ഗുരുജിക്ക് നടുക്കമാണ് അനുഭവിക്കുന്നത്. വീരഭദ്രന്റെ അറയിൽ ഏതോ ഒരു പുതിയ പെൺകുട്ടി വന്നിരിക്കാം. ആ മുറിയിൽ നിന്നാണ്
ഗന്ധങ്ങൾ ഒഴുകിയെത്തുന്നതും തീർച്ച. ചിലപ്പോൾ ജാഗരൂകരായി ശ്രമിച്ചാൽ പെൺകുട്ടികളുടെ പിണങ്ങലും കേട്ടെന്നിരിക്കും. ദിവസവും 1 2 അല്ല, അതിലേറെ പെൺകുട്ടികൾ കൊല്ലൂർ പടിപ്പുറയിലെത്താൻ തുടങ്ങിയിരിക്കണം. ഇവനിങ്ങനെ മേയാൻ തുടങ്ങിയാൽ നാട്ടിൽ ചാരിത്രവതിയായ ഒരു കന്യകയെ പോലും കണി കാണാൻ കിട്ടില്ല. ആരും അവനെ തിരിച്ചറിയാനും പോണില്ല. അതാണ് അവരുടെ ദുരന്തവും അവന്റെ വിജയവും. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. വീരഭദ്രന് കീഴടങ്ങിയതുപോലെ ഒരു ഇരട്ടുമായി താരതമ്യം പ്രാപിച്ചതുപോലെ ഗുരുജി കൊല്ലൂർ മനയുമായി വീരഭദ്രനുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. പിണക്കം കൊണ്ട് വീരഭദ്രനിൽ നിന്നും ഒന്നും നേടാൻ പോണില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി കൂടുതൽ ഇണക്കം പ്രകടിപ്പിച്ചു നോക്കാം. താൻ തടവറയിലാണെന്ന് പുറത്താരെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. അതിന് ഒറ്റ മാർഗമേ ഉണ്ടായിട്ടുള്ളൂ. ഗുരുജിയുടെ പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും ഗോപികൃഷ്ണനാണ് ആദ്യം സംശയം തോന്നുന്നത്. ഉടനെ അത് ആരോടും പറയാതെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ബുദ്ധി തോന്നുകയും ചെയ്തു. ഒടുവിൽ ഹരിശങ്കരനോട് മാത്രം പറയാൻ ശ്രമിച്ചു. അപ്പോ ഗുരുജി പുറത്തെവിടെ പോയിരുന്നു. വിവരമറിഞ്ഞപ്പോ ഹരിശങ്കരൻ നിഷ്കളങ്കമായെന്ന് ചിരിച്ചു. നിനക്കിപ്പോഴാണ് മനസ്സിലായത്? എനിക്ക് അന്ന് പുലർച്ചെ ഗുരുജി കയറി വന്നപ്പോഴേ തോന്നിയതാണ്. എന്നെ മന്ത്രം പഠിപ്പിക്കുമ്പോഴും ഞാൻ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വ്യക്തമായി അറിയാതെ പറയുന്നത് എങ്ങനെയെന്ന് ഞാനും കരുതി. ഗോപികൃഷ്ണൻ അത്ഭുതം കൂറി. ഇല്ലത്തെ ദുരന്തത്തിന് ശേഷം ഇവിടെ വന്ന ഉടനെ 2 അറിഞ്ഞേ മടങ്ങുമെന്ന് പറഞ്ഞാണ് ഗുരുജി ഇറങ്ങിത്തിരിഞ്ഞത്. പുലർച്ചെ വന്നു കയറുകയും ചെയ്തു. പക്ഷെ പോയ കാര്യത്തെക്കുറിച്ചോ ആ താളിയോല ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഇന്നുവരെ അദ്ദേഹം ഒന്നും പറയുകയുണ്ടായില്ല. പിന്നെ എന്നെ പഠിപ്പിച്ചു വെച്ച മന്ത്രങ്ങൾ പൂർത്തിയാക്കാതെ മറ്റൊന്നാണ് തുടങ്ങിയത്. അതും ഗുരുജിയുടെ സ്വാഭാവികമായ രീതിയായിരുന്നില്ല. പക്ഷേ ഞാനത് പ്രകടിപ്പിച്ചില്ല. ഗുരുജിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങളായി അമ്മാവൻ ഒരുപാട് സമയം പുറത്ത് ചെലവഴിക്കുന്നുണ്ട്. ശങ്കരൻ അറിയാമല്ലോ, വിശേഷാൽ പൂജകൾക്കുള്ള സാമഗ്രികൾ വാങ്ങാൻ മാത്രമേ അമ്മാവൻ പുറത്തു പോകാറുള്ളൂ. പുറത്തുപോയി ഒരു പൂജ ചെയ്യുന്നത് തന്നെ പതിവില്ലാത്ത അമ്മാവൻ എലഞ്ഞിക്കലേക്ക് മാത്രമാണെന്നതിന് വേണ്ടി പോകുന്നത്. എവിടെയാണ് അമ്മാവൻ തുടർച്ചയായി പോകുന്നതെന്ന് ആലോചിച്ച് അതപ്പോൾ ചോദിച്ചാൽ അതിട്ട് പറയുന്നുമില്ല. അങ്ങനെ ആലോചിച്ചപ്പോ ഇരുവരുടെയും സംശയങ്ങൾ ബലപ്പെട്ടു. പൊരുത്തക്കേടുകളെക്കാൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഗുരുജിയുടെ ചലനങ്ങളിലുടനീളമെന്ന് ശങ്കരനും ബോധ്യമാവുന്നുണ്ട്. അമ്മാവന്റെ സ്വഭാവവും പെരുമാറ്റ രീതിയും മാറിയിട്ടുണ്ടെന്ന് ഗോപികൃഷ്ണനും വ്യക്തമായി. ഒന്നുകിൽ അമ്മാവൻ ആരെയോ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മാവൻ മറ്റാരുടെയോ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സംശയം തൽക്കാലം ആരും അറിയരുത്. 1-2 ദിവസത്തിനുള്ളിൽ നമുക്കത് കണ്ടെത്താം, ഗോപികൃഷ്ണൻ പറഞ്ഞു. ഒരു നല്ല അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കാൻ തുടങ്ങി. അവരുടെ ഭാഗ്യമാകാം, അല്ലെങ്കിൽ വീരഭദ്രന്റെ ദൗർഭാഗ്യമാകാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്രതീക്ഷിതമായി അവരുടെ മനസ്സിൽ അവർക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അവരുടെ സമയം അവർക്ക് അനുകൂലമായി. ഇളം വെയിലിന്റെ കാരുണ്യം മുറ്റത്തും തൊടിയിലും പിന്നെ നോക്കത്താ ദൂരത്തെമ്പാടും ഒരനുഗ്രഹം പോലെ പടരാൻ തുടങ്ങിയ പുലർക്കാലം. തെക്കുംപാട്ട ഉമ്മറത്തെ ചാരുകസേരയിൽ പഴയ ഏതോ താളിയോല ഗ്രന്ഥവും പരിശോധിച്ചിരിക്കുകയായിരുന്നു ഗുരുജി. തന്റെ മുറിയിലേക്ക് തടിപ്പെട്ടിയിലെ അടിയിലെങ്ങോ കിടന്ന ഒരു ഗ്രന്ഥം തൊട്ടു മുൻപാണ് അദ്ദേഹം തപ്പിയെടുത്തത്. അമ്മാവനെ ഒരു നിഴല് പോലെ പിന്തുടരുകയായിരുന്നു ഗോപികൃഷ്ണനും. അതൊരു അത്ഭുതമായി. ഓർമ്മ വെച്ചതിനു ശേഷം അമ്മാവൻ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് അവൻ കണ്ടിട്ടേയില്ല. അഥവാ അങ്ങനെ പരിശോധിക്കുന്നെങ്കിൽ തന്നെ അത് പുറത്തുനിന്ന് ആരെങ്കിലും വല്ല സംശയവും തീർക്കാൻ ഗ്രന്ഥവുമായി വരുമ്പോൾ മാത്രമായിരുന്നു. ചാരുകസാരയ്ക്ക് താഴെ തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന ഹരിശങ്കരന്റെ കണ്ണുകളുമായി ഗോപികൃഷ്ണന്റെ മിഴികൾ എന്തോ ഒന്ന് സംസാരിച്ചു. അവന് മാത്രം മനസ്സിലാവുന്ന ഒരു സംജ്ഞയായിരുന്നത്. എന്തോ ചോദിക്കാൻ ഹരിശങ്കരൻ മുഖമുയർത്തിയെങ്കിലും പെടുന്നനെ അവനെ തടക്കി. അകലെ നിന്നൊരു ആരവം കേൾക്കുന്നു. ഗോപികൃഷ്ണന്റെ ശ്രദ്ധയും ആ ശബ്ദാഘോഷത്തിലേക്ക് തിരിഞ്ഞു. ഗുരുജി ഗ്രന്ഥത്തിൽ നിന്നും കണ്ണെടുത്ത് അലസമായാണ് അത് ശ്രദ്ധിച്ചത്. പക്ഷെ അതേ നിമിഷം തന്നെ ആ മുഖം ഇരുളുന്നതും വല്ലാതെ വിളറുന്നതും ഹരിശങ്കരൻ ശ്രദ്ധിക്കുന്നതിനായി. വല്ലാത്തൊരു പരിഭ്രമം ഗുരുജിയെ ആപാദചൂടം അസ്വസ്ഥനാക്കുന്നു. അനുക്ഷണം അടുക്കുകയാണ് ആരവം. അതെ, ഇല്ലക്കെട്ടിന് നേർക്ക് തന്നെയായിരുന്നത്. ഒരു സംഘം ആളുകൾ. അവർക്ക് മുന്നിൽ കരഞ്ഞു കലങ്ങിയ മിഴികളുമായി സേതുലക്ഷ്മി. ദേവകി അന്തർജനവും സേതുലക്ഷ്മിയോടൊപ്പമുണ്ട്. അവരുടെ ഒപ്പമുള്ള അയൽക്കാരുടെ നാട്ടുകാരുടെയും കൈകളിൽ കല്ലും കവണയും ഒക്കെ കരുതുന്നുണ്ട്. ചിലർ കുന്തവും കുറുവടിയും വരെ കരുതിയിരുന്നു. പേടിപ്പെടുത്തുന്ന ഒരു സംഘർഷാവസ്ഥയിലാണ് അവരുടെ വരവ്. ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ഒരു രംഗത്തിന് സാക്ഷിയാകാൻ നാട്ടുകാരുടെയും കൈവഴികളും ആരവത്തോടെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇതുപോലെയോ ഇതിലും വലുതായോ ഒരു സംഘർഷത്തിനു മുന്നിലേക്ക് അക്ഷേപത്തോടെ ഇറങ്ങിച്ചെല്ലാറുള്ള ഗുരുജിയെ അപ്പോഴത്തെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെടുത്തത് ഹരിശങ്കരനാണ്. തന്നോട് പോലും ഒന്നും പറയാതെ നേരിയ ഭയവും അവനെ ഗ്രസിച്ചു. ഗുരുജി ഒന്നും അറിയാത്ത ഭാവത്തിൽ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. വന്നെത്തിയവർ ഇല്ലപ്പടി വരെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങുകയാണ്.
ഹരിശങ്കരന്റെയും ഗോപികൃഷ്ണന്റെയും കണ്ണുകൾ ഒരിക്കൽ കൂടി തമ്മിലടഞ്ഞു. ഇറങ്ങിച്ചെന്ന് താണു വീണു പറഞ്ഞതാണ് ഹരിശങ്കരൻ. അവനെ അറിയുന്ന ഭാവം പോലും അവർ കാട്ടിയില്ല. സേതുലക്ഷ്മി നിന്ന് കരയുന്നു. അവരാരും കാര്യം പറയുന്നില്ല. അമ്മയും തന്നെ കണ്ടതായി നടിക്കുന്നില്ല. താൻ എവിടുത്തെ ആരുടെ ഗുരുജിയാണോ നായേ? മരുമകളുടെ പ്രായമുള്ള ഒരു പെൺകൊച്ചിനെ ചതിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്നോട് ചോദിക്കാൻ വന്നവരാണ് ഞങ്ങളെങ്കിൽ ചോദിച്ചിട്ടേ പോവും. ആങ്ങളെയെ മന്ത്രം പഠിപ്പിക്കാനെന്ന് പഠിപ്പിച്ചിട്ട് പെങ്ങളുടെ നേരെ തന്ത്രമർക്കിയല്ലടാ. ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ കിഴവൻ കുരങ്ങ. ശരമാരി പോലെ വന്നു വീഴുന്ന പുലഭ്യവർഷം ഇല്ലത്തെ അംഗങ്ങളുടെ തലയിൽ ഇടുത്തി വന്ന് പലിച്ചതുപോലെയായിരുന്നു അത്. ഗോപികൃഷ്ണന്റെ ഹൃദയസ്പന്ദനം നിലച്ചതുപോയതുപോലെ തോന്നി. ഹരിശങ്കരൻ വേർപ്പിൽ കുളിച്ചു. തിരിഞ്ഞു നോക്കിയ ഹരിശങ്കരൻ അപ്പോൾ നടക്കുന്ന മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അധ്യായം 16. ഇരഞ്ഞിക്കൽ തറവാടിന്റെ ഹൃദയം നൊന്തു. പിന്നെ കണ്ണീരൊഴുക്ക്. ശ്രീമംഗലം ഗ്രാമം അപ്പാടെ തേങ്ങുകയായിരുന്നു. ഇത്തരമൊരു സംഭവം ഗ്രാമത്തിൽ ആദ്യമാണ്. അതും ഇതുപോലൊരാളിൽ നിന്നും. ഒറ്റ ചങ്ങാതിയുടെ കുടുംബത്തിൽ. ഗുരുജി ഇത്തരമൊരു വൃത്തികേട് ചെയ്യുമോ? സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാനാവാത്ത ഒരു സംഭവമായി പോയത്. അതോ ആ നല്ല മനുഷ്യനെ അവഹേളിക്കാനുള്ള കുബുദ്ധികളുടെ മനഃപൂർവ്വമായുള്ള ശ്രമമോ? പറയുന്ന ആൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അത്തരമൊരു വാക്കിന് ചെവി കൊടുക്കുക പോലുമില്ലായിരുന്നു. ഇതെങ്ങനെയാണോ? മാന്ത്രികന്മാരാരുമില്ലെങ്കിലും എരിഞ്ഞിക്കൽ തറവാട് ബഹുമാനമർപ്പിക്കുന്ന ഒരു ഇല്ലമാണ്. നാരായണൻ തിരുമേനിയില്ലെങ്കിലും ദേവകി അന്തർജനവും മക്കളും ആദരണീയരാണ്. പഴയ പ്രതാപമില്ലെന്നേ ഉള്ളൂ. ദേവകി അന്തർജനം പറയുന്നത് മറ്റാരെയും പറ്റിയല്ല, സ്വന്തം പുത്രിയെ പറ്റിയാണ്. ഗുരുജി ഇല്ലത്തിനു മുന്നിൽ ഒരു 50-ാം ഉത്സവത്തിന്റെ ജനബാഹുല്യമുണ്ടായിരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് ദേവകി അന്തർജനം വെളിപ്പെടുത്തിയത്. നീറുന്ന മാതൃഹൃദയത്തിന്റെ തേങ്ങൽ കണ്ണീരായി ആ കവിളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ മകളെ ചതിച്ചത് ഗുരുജിയാണ്. അതവൾ തന്നെ പറഞ്ഞതുമാണ്. എനിക്ക് ഗുരുജിയെപ്പോലൊരു വ്യക്തിയെ തേജോവനം ചെയ്തിട്ട് എന്ത് നോട്ടമുണ്ടാവാനാണ്? സേതുലക്ഷ്മിക്ക് രണ്ടാമതും ചിത്തവമ്പ്രം പുളിവിട്ട് ഞങ്ങൾ കൊല്ലൂർ പടിപ്പുരയിലെത്തുമ്പോൾ ഈ ഗുരുജിയും ഉണ്ടായിരുന്നു. അവിടെ കൊല്ലൂരെ പൂജാമുറിയിൽ വെച്ച് ഇവളെ അയാൾ മാനഭംഗപ്പെടുത്തി. അഭിമാനമോർത്ത് ഇന്നുവരെ ഞാനിതാരോടും പറഞ്ഞില്ല. പക്ഷെ ആ സംഭവം ഒളിച്ചു വെക്കാൻ വയ്യാത്ത വിധമായിരുന്നു. എന്റെ മകൾ ഗർഭിണിയാണ്. ഹരിശങ്കരൻ സ്തംഭിച്ചുപോയി. താൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? സാമൂഹ്യ മാധ്യമത്തിൽ വെച്ച് നഗ്നിയാക്കപ്പെട്ടതുപോലെ ദേവകീന്ദ്രജനം ചൂളി. പക്ഷെ പറയാതെ നിർവാഹമില്ല. ഗുരുജിയെപ്പോലൊരു മനുഷ്യന്റെ ഇല്ലപ്പടിക്കൽ സംഘർഷമുണ്ടാക്കാൻ തക്ക കാരണമില്ലെങ്കിൽ നാട്ടുകാർ തങ്ങളെയാവും കൈകാര്യം ചെയ്യുമെന്ന് നല്ലോണം പറയാം. അല്ലെങ്കിൽ തന്നെ ഇനി എത്ര കാലം ഇതൊളിപ്പിച്ചു വെക്കാനാവും? ഒന്ന് പറഞ്ഞിട്ടാകാമെന്ന് വെച്ചാൽ ഗുരുജി പിന്നീട് മുഖം തന്നിട്ടുമില്ല. സേതുലക്ഷ്മി മുഖവും പൊത്തി നിന്ന് തേങ്ങി. ഇത്തരമൊരു സംഘർഷമുണ്ടാവുമെന്ന് അവളും കരുതിയില്ല. ഗുരുജിയോട് ചോദിക്കാൻ തന്നെയാണ് വന്നതെങ്കിലും അത്തരമൊരു രീതിയാണെന്ന് അറിയുന്നതെങ്കിൽ അമ്മയോടൊപ്പം ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. അച്ഛനെ പോലെ താൻ ബഹുമാനിച്ച മനുഷ്യനാണ്. ഹരിതയെന്ന് എന്തുമാത്രം വിലപിച്ചു, എന്നിട്ടും വിട്ടില്ല. പുലഭ്യവർഷം തൊട്ട് ചെവി മരവിച്ച തെക്കുംപാട്ട അംഗങ്ങൾ ഉൾമുറിയിലേക്ക് വലിഞ്ഞു. അവരുടെ കണ്ണുകളിൽ നിന്നും കാലവർഷം പെയ്തു. ആരവമുയർന്നപ്പോൾ അകത്തേക്ക് കയറിയ ഗുരുജി തന്റെ മുറിയിൽ നിന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. പടിപ്പുരയിലും മൺകട്ടകളും കൽച്ചീളുകളും ഇല്ലമുറ്റത്തും ഉമ്മറത്തും വന്നു വീഴാൻ തുടങ്ങി. ഗോപികൃഷ്ണൻ നിസ്സഹായതയോടെ ഹരിശങ്കരനെ നോക്കി. അവന് മുഖം കുനിച്ച് തളർന്നിരിപ്പാണ്. ഇത്തരമൊരു നിർണായക ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പറഞ്ഞു തരേണ്ട ഗുരുജി മുറിയിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഹരിശങ്കരന് അവിശ്വസനീയമായി തോന്നിയത് അതാണ്. സേതുലക്ഷ്മിയുടെ പ്രശ്നത്തെക്കാൾ അവനെ വേദനിപ്പിച്ചതും അതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പുറത്തേക്കിറങ്ങാൻ കഴിയില്ലെന്നത് നേര് തന്നെ. പക്ഷേ സത്യസ്ഥിതി നാട്ടുകാരെ ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? തങ്ങളിൽ ആരോടെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരേണ്ടതല്ലേ? അതിനു പകരം ഇത്തരമൊരു ഒളിച്ചോട്ടമായിരുന്നു വേണ്ടിയിരുന്നത്. ഗുരുജിയുടെ നിന്നും ഒരു കാലത്ത് പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയായിപ്പോയി. പുറത്ത് ജനം ഇരുമ്പുന്നു. പടിപ്പുര ഏതാണ്ട് പൊളിഞ്ഞു വീഴാറായ മട്ടുണ്ട്. മേൽക്കൂരയിലെ ഓടുകൾ പപ്പടം പോലെയാണ് പൊട്ടിത്തെറിക്കുന്നത്. എവിടെടോ ആ വയസ്സൻ കഴിവേറി? ഇറക്കി വിടടാ അവനെ ഇങ്ങോട്ട്. ആരോ അലർന്നു. ഒപ്പം ഒരു കരിങ്കൽ ചീള് ഗോപികൃഷ്ണന്റെ നെറ്റിയിൽ കൊണ്ടു. തെറിച്ചു വീണ ചോരത്തുള്ളികൾ ഏതോ ദുർമൂർത്തിയുടെ നടയിലെ ചോരക്കുരുതി പോലെ ഉമ്മറത്തേക്ക് പരക്കുന്നു. ദേവകി അന്തർജനം ആക്രമണത്തിനൊരുങ്ങുന്നവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പരിധിക്ക് പോലും നിൽക്കാനാവാത്ത വിധം സംഘർഷം വളരാൻ തുടങ്ങുകയാണ്. ഇതിനെയൊന്നും ആവശ്യമില്ലെന്ന് താണു വീണ് പറഞ്ഞതാണ്. ഇത് തങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞാണ് നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കില്ല തമ്മേ. അയാൾ ഇറങ്ങി വരുമോന്ന് നമുക്കൊന്നറിയണ്ടേ? ഇത് നിങ്ങളുടെ മാത്രം കാര്യമായി കണക്കാക്കണ്ട. നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണ്. ഇന്ന് നിങ്ങളുടെ മകൾ
അയാൾ നശിപ്പിച്ചു. മകളെ, നാണമില്ലേ? ഞങ്ങൾക്കുമില്ലേ ഇങ്ങനെ ഒരു പെൺമക്കൾ? ഞങ്ങൾക്കും ഇല്ലത്തമ്മേ പെൺമക്കൾ. അവർക്ക് ഈ നാട്ടിൽ തന്നെ പുലരേണ്ടതല്ലേ? ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതും അയാളുടെ വീട് പൊളിഞ്ഞു വീഴുന്നതും കാണാൻ ആർത്തിയോടെ നിന്ന് ആരോ ന്യായീകരിക്കുന്നു. അന്യന്റെ വീട് താറുമാറാകുന്നത് കാണാൻ എന്ത് രസം! കുത്തിക്കൊല്ലാൻ നിന്ന ചെകുത്താനാണേലും ഇറങ്ങി വരുമോ? നിങ്ങളൊന്ന് അടങ്ങ്. ചോദിക്കാൻ വന്നത് ചോദിക്കാതെ പോകുന്ന പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഈ ബഹളമൊന്ന് നിർത്ത്. നാട്ടുപ്രമാണി ഭാസ്കരൻ നായരുടെ അനുനയം. ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ അറപ്പോടെ മൂക്കിൽ വിരൽ വെച്ച് നിന്നു. ഇയാളുടെ സ്വഭാവം ഇതായിരുന്നു. പ്രായം എത്രയായിട്ടും മരുമകളോളം പ്രായമുള്ള ഒരു പെങ്കൊച്ചിനെ അയാൾ കറ്റ പോലെയല്ലേ മെതിച്ചു കളഞ്ഞത്? അതുവരെ ഗുരുജിയോടൊപ്പം ഉണ്ടായിരുന്ന സർവ്വ ബഹുമാനവും അടിപിഴുതു പോകുന്ന മുഹൂർത്തമായിരുന്നു അത്. ഇല്ലക്കെട്ടിലെ മനുഷ്യരുടെ വിലാപത്തിന് ആരുടെയും മനസ്സലിയിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അതാരും കേൾക്കുകയുണ്ടായിരുന്നില്ല. പുറത്ത് വലിയൊരു ശബ്ദം. പടിപ്പുരക്കെട്ട് ഇടിഞ്ഞു വീണിരിക്കുന്നു. ആളുകൾ ഒരു സമുദ്രം പോലെ അടുത്ത ക്ഷണം ഇല്ലക്കെട്ടിലേക്ക് ഇരമ്പിയാർത്തു വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചീറി വരുന്ന കല്ലുകളിൽ നിന്നൊഴിഞ്ഞ ഹരിശങ്കരൻ ഗോപികൃഷ്ണന്റെ സമീപമെത്തി. നെറ്റിയും അമർത്തിപ്പിടിച്ച് ജീവച്ഛമായി ഉമ്മറമൂലയിൽ തളർന്നിരിപ്പാണിവൻ. ഗോപികൃഷ്ണ, ഹരിശങ്കരൻ വിളിച്ചു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. പിന്നെ നിർജീവമായ വാക്കുകൾ. കൊല്ലട്ടെ ശങ്കര, അവര് എറിഞ്ഞു കൊല്ലട്ടെ. ഇവിടുത്തെ എല്ലാരെയും കൊല്ലട്ടെ. അമ്മാവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മരിക്കാൻ തയ്യാറാവണം. ഗോപികൃഷ്ണൻ തേങ്ങി. ഛേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്റെ അമ്മാവനെ നീ മനസ്സിലാക്കിയിട്ടില്ലേ? അതും ആ ശത്രുവിന്റെ പണിയായിക്കൂടെ? എങ്കിലും ഇതിലും ഭീകരമായ പക പോക്കാൻ ഏത് ശത്രുവിന് കഴിയുമോ? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടി എനിക്ക് ഗുരുജിയുടെ വിശ്വാസമാണ്. എന്റെ പെങ്ങളുടെ പ്രശ്നമായിരുന്നിട്ടും ഗുരുജി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യില്ല. നീ എണീക്ക്. അമ്മാവനോട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കാൻ പറയും. അവർ കയറി വരാതെ വല്ല മാന്ത്രികം എന്തെങ്കിലും ചെയ്യാൻ പറയും. ഹരിശങ്കരൻ ഒരു നിലവിളി പോലെയാണത് പറഞ്ഞത്. വല്ല വിധേനയും ശ്രീ ഗോപികൃഷ്ണനെ എണീപ്പിച്ച് ഗുരുജിയെ വിളിക്കാൻ അവൻ മുറിയിലേക്ക് അയച്ചു. അമ്മാവന്റെ മുറി ചാരിയിട്ടുണ്ടായിരുന്നത്. ഗോപികൃഷ്ണൻ ആ മുറി തുറന്ന് ഒന്ന് നടുക്കുകയും ചെയ്തു. ഗുരുജി മുറിയിലില്ല. അവന് പരിഭ്രമമായി. ഇല്ലത്തെ മുഴുവൻ മുറികളും കയറി ഇറങ്ങിയെങ്കിലും അദ്ദേഹം അവിടെ ഉള്ളതിന്റെ യാതൊരു ലക്ഷണവും അറിയാനുണ്ടായിരുന്നില്ല. പുറത്ത് ആദ്യത്തെ ആരവമുയർന്നപ്പോൾ അമ്മാവൻ ഉള്ളിലേക്ക് കയറുന്നത് താൻ കണ്ടതാണ്. വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള നേരമായിട്ടുമില്ല. പിന്നെ ഇവിടെ അവൻ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് വിവരം ഹരിശങ്കരനോട് പറഞ്ഞു. അവന്റെ ഞെട്ടൽ ഗോപികൃഷ്ണൻ വ്യക്തമായും കണ്ടു. കുഴപ്പമാകൂല ഗോപികൃഷ്ണ, എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഇല്ലം വെറും മൺകൂനയാവും. നീ ഇവിടെ നിൽക്ക്. അവരോട് മാപ്പ് പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഉടനെ വരാം. ഹരിശങ്കരൻ ഇല്ലക്കെട്ടിലേക്ക് നടന്നു. തുറന്നു കിടന്ന പിൻവാതിലൂടെ കാട് പിടിച്ചു കിടക്കുന്ന വളപ്പിലേക്ക് ഓടിയത് ആണവൻ. തൊട്ടുമുൻപേ ആരോ അതിലെ കുതിച്ച പാടുകൾ ഹരിശങ്കരന്റെ കണ്ണുകൾ എളുപ്പം തിരിച്ചറിഞ്ഞു. ഗുരുജി സ്വന്തം ഇല്ലക്കെട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പഴയ ആ സംശയം വീണ്ടും. നാഴികകളോളം പരന്നു കിടക്കുന്ന ഇല്ലവിളപ്പ് അവസാനിപ്പിക്കുന്ന ഒരു കമങ്ങിൻ തോപ്പിലാണ്. ഇല്ലത്തിന് മുന്നിൽ നിൽക്കുന്ന ആരുടെയും കണ്ണിൽപ്പെടാതെ ഗ്രാമാതിർത്തി എങ്ങനെ കടക്കാൻ കഴിയും? അങ്ങനെ ഒടുവിൽ പോകാനാണെങ്കിൽ അതെത്ര നാളത്തേക്കാണ്? ഗുരുജിക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? എന്തോ ഭീകരമായ അപകടം ഗുരുജിയെ സംബന്ധിച്ചിട്ടുണ്ടെന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. കുറ്റിക്കാടുകൾ ചവിട്ടി മെതിച്ച് വള്ളിപ്പടർപ്പുകൾ വാഞ്ഞു മാറ്റിയും അവൻ കുതിച്ചുകൊണ്ടിരുന്നു. ഇല്ലവളപ്പ് അവസാനിപ്പിക്കാൻ തുടങ്ങിയ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഹരിശങ്കരൻ നിന്നു. അകലെ കവുങ്ങിൻ തോപ്പിലൂടെ ഒളിച്ചും പാത്തും മുന്നോട്ട് കുതിക്കുന്ന ഗുരുജിയെ ഒരു മിന്നായം പോലെ അവൻ കണ്ടു. അങ്ങനെ രക്ഷപ്പെട്ടാൽ അതവിടെ വരെയാണ്. ഹരിശങ്കരന് വല്ലാത്തൊരു വാശി തോന്നി. ഗുരുജി അറിയാതെ ഗുരുജിയെ പിന്തുടരുവാനാണ് അവന് മനസ്സ് പ്രേരിപ്പിച്ചത്. കവുങ്ങുന്തോപ്പിലെ ഒരു വള്ളിപ്പടർപ്പിൽ ഒരു നിമിഷം ഒന്ന് വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വീരഭദ്രൻ കണ്ണുകൾ ഭീതിയോടെ ചുറ്റും വിഴറി. ഇത്തരമൊരു അപകടം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെങ്ങനെ സംഭവിച്ചു? തന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയത് എവിടെയാണ്? അവന്റെ ഹൃദയം ഉത്കടമായി തുടച്ചു. വല്ലാത്തൊരു പ്രതിസന്ധിയാണ് താൻ എത്തിപ്പെട്ടിച്ചിരിക്കുന്നതെന്ന് തീർച്ചയാണ്. ഇതിൽ നിന്ന് എങ്ങനെ മോചനം? തന്നെ ഈ രൂപത്തിൽ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയ നഖവും കുടുമിയും പോലും ബാക്കി വെച്ചേക്കില്ല. എവിടെയാണ് പിഴവ് തെറ്റിയത്? സേതുലക്ഷ്മിയുടെ കുളി തെറ്റിപ്പോലും. ഗുരുജിയുടെ ശരീരം കടം കൊണ്ട് താൻ അവളെ സമീപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവൾ മോഹനിദ്രയിലായിരുന്നില്ല, അല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഈ ഘട്ടത്തിൽ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. പിന്നെ രക്ഷപ്പെടേണ്ടതെങ്ങനെയെന്ന് തനിക്കറിയാം. സേതുലക്ഷ്മി ജീവിച്ചിരിക്കാൻ പാടില്ല. അവൾ തന്റെ കുട്ടിയെ പ്രസവിക്കാൻ പാടില്ല. ഗുരുജിക്ക് വരുന്ന മാനക്കേടാ. പക്ഷേ
ആ ഇല്ലം പൊളിഞ്ഞു തരിപ്പണമാകുന്നത് തനിക്കൊരു പ്രശ്നമേയല്ല. പക്ഷേ ഏറെ ജാഗരൂകമായിരിക്കേണ്ട ഒരു സംഭവമായിരിക്കും ഇത്. ഈ പകൽ ആരും കാണാതെ എങ്ങനെയൊന്ന് കൊല്ലൂർമന വരെ എത്തും? ഗ്രാമം മുഴുവൻ ഗുരുജിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ഉപാസനമൂർത്തികളെല്ലാം ഒരുമിച്ച് വിളിച്ചു. വീരഭദ്രൻ രക്ഷയ്ക്കായി യാചിച്ചു. അകലെ നിന്നുള്ള ആരവം ഇവിടം വരെ എത്തുന്നതിന് മുമ്പ് അവർ നാടുനീളെ തുടരാൻ തുടങ്ങുകയാണോ? പരിഭ്രമത്തോടെ വീരഭദ്രൻ എഴുന്നേറ്റു. കൂടുതൽ ഇരുളിന്റെ മറവുള്ള ഭാഗങ്ങളിലൂടെ ഒരു കള്ളന്റെ കാൽവെപ്പോടെ അവൻ മുന്നോട്ട് നീങ്ങി തുടങ്ങി. തൊല്ലുമാത്ര അകലെയുള്ള മറ്റൊരു കുട്ടിക്കാട്ടിൽ നിന്നും ഹരിശങ്കരന്റെ മിഴികൾ തന്റെ ചലനങ്ങൾ ഉടനീളം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വീരഭദ്രൻ അറിഞ്ഞിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒരു ഗ്രാമത്തിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ വീരഭദ്രൻ എന്ന് പറയുന്ന മാന്ത്രികന്റെ കഥയാണിത്. അപ്പൊ ഇതിന്റെ ബാക്കിയും തുടർന്ന് കേൾക്കാം. ഗുരുജിയുടെയും വീരഭദ്രന്റെയും നാരായണൻ നമ്പൂതിരിയുടെ ഒക്കെ അവസ്ഥകളൊക്കെ വരുന്ന അധ്യായങ്ങൾ അറിയാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ വായിച്ച് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.